السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പ്രഭാത വെളിച്ചം 529 ദിവസം അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയാൻ പോകുന്നത് ഒരായത്തിനെക്കുറിച്ച്. ഒരായത്ത് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ മുത്തുനബിയോട് ചില വിവരങ്ങൾ തേടുന്നുണ്ട്. അതിലൊരുപാട് പാഠങ്ങളുണ്ട്. എന്താണെന്ന് പഠിക്കാം. അൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ലമ്മ നസലത്ത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം. ഈ ആയത്തിറങ്ങിയ സന്ദർഭമാണ്. മഹാനായ അൻ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല, അവിടുന്ന് പറഞ്ഞു, ലമ്മ നസലത്ത്, ഇറങ്ങിയപ്പോൾ, അവതരിച്ചപ്പോൾ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ. ആ ആയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കൂട്ടർ അവർ വിശ്വസിച്ചിരിക്കുന്നു, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അക്രമത്തോട് അവരുടെ വിശ്വാസത്തെ കലർത്തിയിട്ടില്ല. അവർ ആ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതമായിട്ടില്ല. ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരവൃന്ദം, അവിടുത്തെ സഹാബാക്കൾ ചോദിക്കുകയാണ്, അയ്യുന ലം യദ്ലിം, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങളിൽ ആരാണ് അക്രമിക്കാത്തവൻ, അക്രമത്തോട് പുരളാത്തവൻ ആരാണുള്ളത്? ഫഅൻസലല്ലാഹു, അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചു, ഇന്ന ശിർക ലദുൽമുൻ അലീം. സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്താണത്. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്, തീർച്ചയായും ബഹുദൈവ വിശ്വാസം, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ അക്രമമാണ് എന്ന്. ആ അക്രമത്തോട് പുരളാത്ത ആളുകൾ എന്നർത്ഥത്തിൽ പറയുകയാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ ആയത്ത് ഇറങ്ങുകയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ. ഒരു വിഭാഗം ആളുകൾ, അവർ നല്ല ഈമാനുള്ള ആളുകളാണ്, അവർ അക്രമത്തോട് അവരുടെ ഈമാനിനെ കലർത്തിയിട്ടില്ല. അപ്പോഴാണ് സഹാബാക്കൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അക്രമിക്കാത്ത ആൾ നബിയെ? അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, ഇന്ന ശിർക ലദുൽമുൻ അലീം. അപ്പോൾ ശിർക്ക് എന്നുള്ള ഏറ്റവും വലിയ ലുൽമിനോട്, അക്രമത്തോട് കലരാത്ത സത്യവിശ്വാസികൾ, അങ്ങനെയാകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ശിർക്കിൻ്റെ, ബഹുദൈവ വിശ്വാസത്തിൻ്റെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൻ്റെ വഴികൾ ഉണ്ടാകരുത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി ശിർക്ക് വരുന്ന വഴികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബാക്കൾ അത് കൈമാറി തന്നിട്ടുണ്ട്. താബീങ്ങളും തബോ താബീങ്ങളും ആ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ നമ്മുടെ പൂർവികരായ സലഫു സാലിഹീങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ യഥാർത്ഥമായ മുഅ്മിനായി, സത്യവിശ്വാസിയായി, ആ വെളിച്ചം ഉൾക്കൊള്ളുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. കാരണം ശിർക്ക് എന്നുള്ള വലിയ അക്രമത്തോട് ജീവിതം കലർത്താത്തവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ ഹദീസ് പഠനം അതിന് ഏറെ പ്രചോദനമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അള്ളാഹു അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും റാഹത്തിലും സന്തോഷത്തിലും സലാമത്തിലുമാക്കി തരട്ടെ. എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, ബലാഉകളിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവേ, നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, വീട് നൽകണമേ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള അത്ഭുത വഴികൾ നീ തന്നെ നൽകണമേ റഹ്മാനെ. സമ്പത്തിലും തൊഴിലുകളിലും കാര്യങ്ങളിലുമൊക്കെ ബറക്കത്ത് നൽകണമേ റഹ്മാനെ. കമൻറ്റ് ബോക്സിൽ വന്ന് ദുആ കൊണ്ടേൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.